ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റാനിൻ്റെ സീസൺ 1 എപ്പിസോഡ് 1 ആണ്. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആളുകളെല്ലാവരും എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അവർ നോക്കി നിൽക്കുന്നത് മറ്റേതുമല്ല, ഒരു ഭീകരമായ ജീവിയാണ്. അന്നവർക്ക് മനസ്സിലായി ഇതായിരുന്നു അതിൻ്റെ അവസാന ദിവസമെന്ന്. പിന്നീട് കാണിക്കുന്നത് കുറച്ചാളുകൾ കുതിരസംഘത്ത് പോവുകയാണ്. അപ്പോൾ അതിലുള്ള ഒരാൾ പറയുകയാണ്, എന്ത് വില കൊടുത്തും അതിനെ കൊല്ലണം. അങ്ങനെ പറഞ്ഞ് അവർ ഒരു ടൈറ്റാൻ്റെ അടുത്തേക്ക് ചീറിപ്പായുകയാണ്. അതിലൊരാൾ തൻ്റെ കത്തിയെടുത്ത് ആ ടൈറ്റനെ വെട്ടിക്കൊല്ലുന്നു. അവിടെ വെച്ച് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ടൈറ്റിൽ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അവൻ്റെ പേരാണ് എറൻ. കൂടെ ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. അവളുടെ പേര് മിക്കാസ എന്നാണ്. അപ്പോൾ എറൻ ചോദിക്കുകയാണ്, അല്ല, ഞാനെന്താ ഇവിടെ? നീ നല്ല ഉറക്കമായിരുന്നോ എന്ന് മിക്കാസ പറയുകയാണ്. അല്ല, നീ എന്തിനാ കരയുന്നത്? എറൻ്റെ കണ്ണിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നത് നമുക്ക് കാണാം. അടുത്ത സീനിൽ എറൻ പറയുകയാണ്, ഞാൻ കരഞ്ഞ കാര്യം നീ ആരോടും പറയല്ലോ. കാരണമില്ലാതെ കരയുന്നതിന് നിന്റെ അച്ഛനെ കൊണ്ട് പരിശോധിപ്പിച്ചൂടെ എന്ന് മിക്കാസ തിരിച്ചു പറയുകയാണ്. നീ എന്ത് മണ്ടത്തരാ പറയുന്നത്? അച്ഛനോടൊന്നും ഒന്നും പറയാൻ പറ്റില്ല എന്ന് എറൻ പറയുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത്. ഇയാളുടെ പേരാണ് ഹാനസ്. എറൻ, നീ എന്തിനാ കരയുന്നത്? നിന്നെ മിക്കാസ വഴക്ക് പറഞ്ഞോ? അല്ല, ഞാൻ എന്തിനു കരയണം? ഓ, എന്തൊരു നാറ്റം! നിങ്ങൾ വീണ്ടും കുടി തുടങ്ങിയല്ലേ? അല്ല, നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലേ? ആ ഉണ്ട്, കാവൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ആർക്കായാലും വിശപ്പും ദാഹവും വരും. അതുകൊണ്ട് കുടിക്കുന്നതൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ നിങ്ങൾക്ക് പോരാടാൻ കഴിയുമോ? എന്തത്യാവശ്യം? ഏതെങ്കിലും ദിവസം അവർ ഈ മതിൽ പൊളിച്ചു വരുമ്പോൾ? അപ്പോൾ അവിടെയുള്ള ഒരാൾ നീച്ചു പറയുകയാണ്, എടാ ഡോക്ടറിന്റെ മോന് കൊച്ചുകിടാങ്ങടാ. അങ്ങനെയൊക്കെ വരാണെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ അതൊക്കെ നടന്നിട്ട് ഏകദേശം 100 വർഷങ്ങൾ കഴിഞ്ഞു. ഇതൊക്കെ മറക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ യേഗർ അല്ലേ? ഡോക്ടറാണ് പണ്ട് ഈ ഗ്രാമത്തെ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തോട് വലിയ കടപ്പാടുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ലല്ലോ. ഒരു സൈനികൻ എന്ന നിലയ്ക്ക് മതിൽ ശരിയാക്കാൻ മുകളിൽ കയറുമ്പോൾ അവർ അലഞ്ഞു നടക്കുന്നത് കാണാം. ഈ 50 മീറ്റർ മതിലുള്ളപ്പോൾ അവർക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയില്ലേ? ആ, കുറച്ചൊക്കെ. എന്ത് തേങ്ങയാടോ! എന്നാ ഈ പോലീസ് എന്ന പേര് മാറ്റി മതിൽ റിപ്പയർ സ്ക്വാഡ് എന്നിടേ. ഏറൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ പൊരുതുകയാണെങ്കിൽ അതിനർത്ഥം കാര്യങ്ങൾ മോശമാണെന്നാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെയും ജനങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നതിൻ്റെയും അർത്ഥം നമ്മൾ സുരക്ഷിതരാണെന്നാണ്. ജീവിതകാലം മുഴുവനും ഈ മതിലിനുള്ളിൽ തിന്നും ഉറങ്ങിയും ജീവിക്കാം. പക്ഷേ അങ്ങനെ ഒരു ജീവിതം കന്നുകാലികൾക്ക് തുല്യമാണ്. അത് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. ചൊക്കൻ്റെ വർത്താനം കേട്ടിട്ട് അവനിനി സർവേ കോപ്സിൽ ചേരണമെന്ന് പറയോ? പിന്നീട് കാണിക്കുന്നത് അവർ തൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ മിക്കാസ പറയുകയാണ്, എറൻ, നീ സർവേ കോപ്സിൽ ചേരണ ആഗ്രഹം ഇപ്പോൾ തന്നെ നീ ഉപേക്ഷിച്ചോ? അതെന്താ? അപ്പോൾ നീ അവരെ കുറച്ചു കാണുകയാണോ? ഞാൻ കുറച്ചു കാണുന്നു എന്നതല്ല പ്രശ്നം എന്ന് മിക്കാസ പറയുമ്പോഴാണ് അവിടെ ഒരു മണിയുടെ ശബ്ദം കേൾക്കുന്നത്. മിക്കാസ, സർവേ കോപ്സ് തിരിച്ചു വന്നു. മുൻകവാടം ഇപ്പോൾ തുറക്കും, വാ എന്ന് പറഞ്ഞ് എറൻ മിക്കാസയും കൂട്ടി ഓടിപ്പോവുകയാണ്. എറനും മിക്കാസയും ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് നോക്കുകയാണ്. അതിലുള്ള ഒരാൾ എറനെ സന്തോഷത്തോടെ കണ്ടപ്പോൾ ദേഷ്യം വരുന്നു. അപ്പോൾ അവൻ ബാഗിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കുറെ ആളുകൾക്ക് പരിക്ക് പറ്റി കിടക്കുന്നതാണ്. അപ്പോഴാണ് ജനക്കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ പറയുന്നത്, ഇത്രയും പേര് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളവരെ തിന്നു കാണും. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു അമ്മ വരുന്നത്. മോസസ്,
മോസസ്. എന്നിട്ട് അമ്മ പറയാണ്, എൻ്റെ മോനെ കാണുന്നില്ല, അവനോട്. അപ്പോഴാണ് അതിലുള്ള ഒരാൾ പറയുന്നത്, മോസസിന്റെ അമ്മയാണ്, അത് കൊടുക്ക്. അപ്പോഴാണ് അവർ ആ അമ്മയുടെ കയ്യിൽ ഒരു പൊതി കൊടുക്കുന്നത്. അമ്മ അത് തുറന്നു നോക്കിയപ്പോൾ അത് തൻ്റെ പ്രിയപ്പെട്ട മകന്റെ കൈയാണെന്ന് മനസ്സിലായി. ഇത് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ അമ്മ ആ കൈ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇതെല്ലാം എറനും മിക്കാസയും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, എൻ്റെ മകൻ ചെയ്ത കടമ നിറവേറ്റിയില്ലേ? ഒരുപാട് വലുതില്ലെങ്കിലും. ഇല്ല, ഈ ദൗത്യത്തിൽ മാത്രമല്ല, ഏതൊരു ദൗത്യത്തിലും ഞങ്ങൾക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. നിങ്ങളുടെ മകൻ്റെ മരണകാരണം ഞാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ജനക്കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ്, നമ്മുടെ പണം കൊണ്ട് ഇവരെ തീറ്റിപ്പോറ്റിയിട്ട് എന്ത് പ്രയോജനം? ഇതിഷ്ടപ്പെടാത്ത എറൻ അയാളുടെ മണ്ടക്കടിക്കുകയാണ്. അപ്പോഴാണ് മിക്കാസ എറനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. മിക്കാസ അവന്റെ കോളറിൽ പിടിച്ച് മതിലിലേക്ക് തൂക്കിയെറിയുകയാണ്. മിക്കാസ, നീ എന്താ കാട്ടി? വിറകെല്ലാം ചിതറിപ്പോയില്ലേ? അപ്പോൾ മിക്കാസ പറയുകയാണ്, നിനക്കിനിയും സർവേ കോപ്സിൽ ചേരണമെന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ എറന് നിരാശയുടെ ഒന്നും മിണ്ടുന്നില്ല. വാ, ഇത് പെറുക്കാൻ സഹായിക്കേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആ വിറകെല്ലാം പറക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എറൻ കൊണ്ടുവന്ന വിറകെല്ലാം ബോക്സിലിടുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല, ഇത് നീ ഒറ്റയ്ക്ക് പറക്കിയതാണോ? അതേ എന്ന് അവനും മറുപടി പറയുകയാണ്. എറൻ, നിനക്കറിയില്ലേ, നീ കള്ളം പറയുമ്പോൾ നിന്റെ ചെവി ചോക്കുന്ന് എന്ന് അമ്മ അവനോട് തമാശ രൂപത്തിൽ പറയുകയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് മിക്കാസ പറയുന്നത്, എറന് സർവേ കോപ്സിൽ ചേരണമെന്ന് പറഞ്ഞിരുന്നു. മിക്കാസ, മണ്ടത്തരം പറയല്ലേ, ഞാൻ നിന്നോട് ആരോടും പറയല്ലേ പറഞ്ഞതല്ലേ. എറൻ, നീ എന്താണ് പറയുന്നത്? അവിടെ എത്ര ആളും മരിച്ചെന്ന് നിനക്കറിയോ? എനിക്കറിയാം, പിന്നെന്തിനാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ്, എറൻ, നീ എന്തിനെപ്പോഴും പുറത്തു പോകണമെന്ന് പറയാറേ? എനിക്കറിയണം, ഈ മതിലിനപ്പുറത്തുള്ള കാര്യം എനിക്കറിയണം. ഒന്നും അറിയാതെ ഈ മതിലിനുള്ളിൽ മരിച്ചു കിടക്കാൻ എനിക്ക് സൗകര്യമില്ല. സർവേ കോപ്സിന്റെ പാതയിൽ പിന്തുടർന്നിട്ടില്ലെങ്കിൽ അവരുടെ മരണത്തിന് അർത്ഥമില്ലാതാകും. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ്, എനിക്ക് പോകാൻ സമയമായി, ഞാൻ ഇറങ്ങുകയാണ്. എറൻ, ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബേസ്മെന്റിന്റെ രഹസ്യം കാണിച്ചു തരാം എന്ന് അവൻ്റെ അച്ഛൻ പറയുകയാണ്. അച്ഛാ, വേഗം പോയി വാ എന്ന് അവൻ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് എറൻ എവിടെയൊക്കെ ഓടിപ്പോവുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ്, മിക്കാസ, അവൻക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, കേട്ടോ? പിന്നീട് കാണിക്കുന്നത് കുറച്ചു കുട്ടികൾ ഒരു കുട്ടിയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എറൻ അങ്ങോട്ട് ഓടി വരുന്നത്. ഇവൻക്ക് ഇനിയും കിട്ടിയത് മതിയായില്ലേ എന്നവർ പറയുമ്പോഴാണ് ബാക്കിൽ മിക്കാസയും കൂടിയുള്ള കാര്യം അവരറിയുന്നത്. മിക്കാസ, വേഗം ഓടിക്കോ, പണിപാളി എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് ഓടിപ്പോവുകയാണ്. കണ്ടില്ലേ, അവർ എന്നെ കണ്ട് പേടിച്ചോടിയത്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അവർ നിന്നെ കണ്ടല്ലേ പേടിച്ചോടിയത്, മിക്കാസയെ കണ്ടാണ്. അവന്റെ പേര് ആർമിൻ എന്നാണ്. അപ്പോൾ എറൻ ചോദിക്കുകയാണ്, അല്ല ആർമിൻ, നിനക്ക് നീക്കാൻ കഴിയില്ലേ? അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നീക്കാൻ കഴിയും. മനുഷ്യനൊരു നാൾ പുറത്തേക്ക് കടക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് അവിശ്വാസമാണെന്ന് പറഞ്ഞ് അവർ എന്നെ തല്ലിയത്. നാശം, ഈ പുറത്തേക്ക് കടക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം എന്താ ഇവർക്കൊക്കെ എത്ര ദേഷ്യം? കാരണം കഴിഞ്ഞ 100 വർഷമായി ഈ മതിലിനുള്ളിൽ ആളുകൾ സമാധാനമായി ജീവിക്കുന്നു. പുറത്ത് കിടക്കുമോ എന്ന അശ്രദ്ധമായ ശ്രമങ്ങൾ കാരണം അവർ ഉള്ളിലേക്ക് വരുമോ എന്ന ഭയമാണ് എല്ലാവർക്കും. ഈ മതിലുകൾ എത്ര കാലം വരെ നമ്മളെ സംരക്ഷിക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല എന്നവൻ പറയുമ്പോഴാണ് ശക്തമായ ഒരു ഇടിമിന്നൽ അവിടേക്ക് വരുന്നത്. അപ്പോൾ അവർ മതിലിന് മുകളിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഭീകരമായ കൈ മതില് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എറൻ പറയുകയാണ്, ആ മതിലിന്
50 മീറ്റർ ഉണ്ട്. അതെ, അവരാണ്. അതൊരു ടൈറ്റനാണ്. അങ്ങനെ ആ ടൈറ്റൻ തൻ്റെ കാലുപയോഗിച്ച് ആ മതിൽ പൊളിക്കുകയാണ്. അതിലുള്ള കുറെ ആളുകൾ അതിൽപ്പെട്ട് മരിക്കുകയാണ്. ആ വലിയ ടൈറ്റൻ ഉണ്ടാക്കിയ ദൂരത്തിലൂടെ എല്ലാ ചെറിയ ടൈറ്റനുകളും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എറൻ, വാ, ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടാം. ഇല്ല ഇല്ല, എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ വീട് ആ ഭാഗത്താണ് എന്ന് പറഞ്ഞ് എറനും മിക്കാസയും തൻ്റെ വീട്ടിലേക്ക് കുതിച്ചു പോവുകയാണ്. അപ്പോൾ ആർമിൻ പറയുകയാണ്, കഴിഞ്ഞു, എല്ലാതും കഴിഞ്ഞു, ഇതാണ് അവസാനം. അങ്ങനെ അവൻ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അവൻ്റെ അമ്മ വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ എറനും മിക്കാസയും എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ്, പോ, ഇവിടുന്ന് വേഗം പോ. അമ്മയെ കൂട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ 3 പേരും മരിച്ചു പോകും. അതുകൊണ്ടാ മിക്കാസ അവസാനം പറയുന്നതെങ്കിലും കേൾക്ക്. ഇത് കേൾക്കുമ്പോൾ മിക്കാസ കരയുകയാണ്. അപ്പോഴാണ് ഹാനസ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, ഹാനസ്, ഇവരെ രക്ഷിച്ചു കൊണ്ടുപോ. അതൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ 3 പേരെ രക്ഷിക്കാം എന്ന് ഹാനസ് പറയുകയാണ്. അങ്ങനെ ഹാനസ് തൻ്റെ കത്തി കൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്ന ടൈറ്റൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. പക്ഷേ ആ ടൈറ്റനെ കണ്ടപ്പോൾ തന്നെ ഹാനനെ മുട്ടുവിറക്കുകയാണ്. അവൻക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ മിക്കാസയും എറനെയും രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. എറൻ എത്ര പറഞ്ഞിട്ടും ഹാനസ് അതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ പഴയ കാര്യം ആലോചിക്കുകയാണ്. അത് ആലോചിച്ച് അമ്മ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് വരുന്ന ടൈറ്റൻ അമ്മയെ പിടിച്ച് തിന്നുകയെല്ലാം എറനും മിക്കാസയും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവിടെ വെച്ച് അറ്റാക്ക് ഓൺ ടൈറ്റൻ എപ്പിസോഡ് 1 അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളിത് പാർട്ട് 2 അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമെ ഇടണോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.